ഹലോ കുട്ടികളെ, വെൽക്കം ടു മൈ ചാനൽ. 9th സ്റ്റാൻഡേർഡിലെ 3rd ചാപ്റ്റർ പാരലൽ ലൈൻസിന്റെ പ്രോബ്ലം സോൾവിംഗ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 11 സെന്റിമീറ്റേഴ്സ്. 11 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമഭുജ ത്രികോണം വരയ്ക്കുക. ഇവിടെ 11 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ത്രികോണമാണ് വരയ്ക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ആദ്യം സ്കെയിൽ എടുത്തിട്ട് 11 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. സീറോയിൽ നിന്ന് തുടങ്ങി 11 സെന്റിമീറ്റർ ലൈൻ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ വരയ്ക്കേണ്ടത്? ത്രികോണമല്ലേ. ത്രികോണത്തിൽ എത്ര സൈഡ്സാണ് ഉള്ളത്? 3 സൈഡ്സ് അല്ലേ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ 3 സൈഡ്സിൻ്റെയും സമ്മാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. 1 സൈഡ് എ ആണെങ്കിൽ നമുക്ക് എ എങ്ങനെ കിട്ടും? 11നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ എ ആവും അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഈ ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 11 അടിയിൽ കിടക്കുന്ന നമ്പർ ഇവിടെ 3 അല്ലേ. 3ന്റെ മൾട്ടിപ്പിൾസ് എടുത്തേ. 3ന്റെ മൾട്ടിപ്പിൾ എടുക്കുമ്പോൾ അത് 11നേക്കാൾ കൂടാത്ത 11ൽ താഴെ നിൽക്കുന്നവരുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ എടുക്കുമ്പോൾ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ. 3ന്റെ മൾട്ടിപ്പിൾ 3 3 6 3 9. ഇനി അടുത്ത മൾട്ടിപ്പിൾ എത്രയാ? 12 അല്ലേ വരുന്നത്. 12 11നേക്കാളും കൂടുതലല്ലേ. ഇപ്പം നമുക്ക് 9 ആണ് എടുക്കേണ്ടത്. 11ൽ താഴെയുള്ള 3ന്റെ മൾട്ടിപ്പിൾ എടുക്കാം. 11ൽ താഴെയുള്ള 3ന്റെ മൾട്ടിപ്പിൾ എത്രയാണ്? 9 അല്ലേ. അപ്പോൾ ഫസ്റ്റ് എൻഡിൽ നിന്നും ലൈനിൻ്റെ ഫസ്റ്റ് എൻഡിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? 9 സെന്റിമീറ്റർ ഇവിടെ വരയ്ക്കുക. 9 സെന്റിമീറ്റർ വരച്ചല്ലോ. വരച്ചു കഴിഞ്ഞതിന് ശേഷം ഈ എൻഡ് പോയിന്റുകൾ നമ്മൾ യോജിപ്പിക്കുക. എൻഡ് പോയിന്റുകൾ യോജിപ്പിച്ചു. എൻഡ് പോയിന്റ് യോജിപ്പിച്ചതിന് ശേഷം ഇത് നമ്മൾ 3 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുക. അതായത് 0ൽ നിന്ന് 3ൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, 6ൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, ദെൻ 9ൽ. ഓക്കെ. ഇനി നമ്മൾ ഈ എൻഡ് പോയിന്റുകൾ വരച്ച് ചേർത്തില്ലേ, അതിന് പാരലായിട്ട് ഈ പോയിന്റിൽ കൂടി നമ്മൾ ലൈൻസ് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതിനതാ ഇതേപോലെ സ്കെയിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം പാരലായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് പാരലായിട്ട് തന്നെ കൊണ്ടുവന്ന് ഈ ലൈനിൽ മുട്ടിച്ച് ഈ പോയിന്റിൽ മുട്ടിച്ച് അടുത്ത ലൈൻ വരയ്ക്കുമ്പോൾ ഈ എൻഡ് പോയിന്റുകളെ കൂട്ടി യോജിപ്പിച്ച ലൈനിന് പാരലായി. ഇനി അതുപോലെ ആ ലൈന് പാരലായിട്ട് കൊണ്ടുവന്ന് ഈ പോയിന്റിൽ കൊണ്ടുവന്ന് മുട്ടിക്കുമ്പോൾ നമുക്ക് എന്തായി? പാരലൽ ലൈൻസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ട്രയാങ്കിൾ വരയ്ക്കാനാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാൻ അല്ലേ. അപ്പോൾ ഈ 3 പാർട്ടുകളും കണ്ടോ? ഈ 3 പാർട്ടും എത്രയായിരിക്കും? ഇത് 11/3 ആണ്, ഇത് 11/3 ആണ്, ഇതും 11/3 ആണ്. എന്താ? ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? 3 സൈഡ്സും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഈ 3 സൈഡ്സിൽ എവിടെ വേണമെങ്കിലും വരയ്ക്കാം. കറക്റ്റ് മിഡിൽ ഭാഗത്ത് വരച്ചാൽ ഒരു ഭംഗി ഉണ്ടായിരിക്കും. നമ്മൾ കോമ്പസ് എടുത്ത് ഈ ഒരു ഭാഗം മെഷർ ചെയ്യുക. മെഷർ ചെയ്തിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ദെൻ ഈ പോയിന്റിൽ വെച്ച് വീണ്ടും എന്ത് ചെയ്യുക? ഒരു ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡ്രോ എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 15 സെന്റിമീറ്റേഴ്സ്. 15 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരം വരയ്ക്കുക. സ്ക്വയറിന് എത്ര സൈഡ്സ് ആണ് ഉള്ളത്? സ്ക്വയറിന് 4 സൈഡ്സ് ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഈ 4 സൈഡിന്റെയും സമ്മാണ് 15. അതായത് 1 സൈഡ് എന്ന് പറയുന്നത് 15 ഡിവൈഡഡ് ബൈ 4 ആണ്. 15 ഡിവൈഡഡ് ബൈ 4 ആണല്ലോ. ഇനി നമ്മൾ എത്ര പാർട്സ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനിനെ നമ്മൾ എത്ര പാർട്സ് ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്? 4 ഈക്വൽ പാർട്സ് ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര വെച്ച് നമ്മൾ സെന്റിമീറ്റർ എടുക്കണം? അതിന് എന്ത് ചെയ്യുക? 15ന്റെ താഴെയുള്ള നമ്പർ എത്രയാ? 4. 4ന്റെ മൾട്ടിപ്പിൾ എടുത്തേ. 4ന്റെ മൾട്ടിപ്പിൾ എടുക്കുമ്പോൾ 15നേക്കാട്ട് കൂടരുത്. 15ന് താഴെ നിൽക്കുന്നൊരു മൾട്ടിപ്പിൾ നമ്പർ ആയിരിക്കണം. അപ്പോൾ എത്രയാണ് ആ നമ്പർ എന്ന് പറഞ്ഞാൽ 4 4s ആകുമ്പോൾ 16 ആവും. അപ്പോൾ 3 4s എത്രയാണ്? 12. അതായത് 15ന് താഴെയുള്ള 4ന്റെ മൾട്ടിപ്പിൾ എത്രയാണ്? 12 ആണ്. ഇനി 12നെ 4 ഈക്വൽ പാർട്സ് ആക്കിയാൽ എത്രയായിട്ട് കിട്ടും? 12നെ 4 ഈക്വൽ പാർട്സ് ആക്കിയാൽ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 ഈക്വൽ പാർട്സ് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സ്കെയിൽ എടുക്കുക. സ്കെയിലിൽ നമ്മുടെ ചെറിയ സ്കെയിലിലെ ഫുൾ മെഷർമെൻ്റ് ആണ് 15 സെന്റിമീറ്റർ. 15 സെന്റിമീറ്റർ നമ്മൾ വരയ്ക്കുക. വരച്ചതിന് ശേഷം എത്ര സെന്റിമീറ്റർ എടുക്കണം? നമ്മൾ 12 സെന്റിമീറ്റർ എടുക്കണം അല്ലേ. അപ്പോൾ ഈ എൻഡിൽ നിന്ന് ലൈനിൻ്റെ ഫസ്റ്റ് എൻഡിൽ നിന്ന് 0യിൽ വെച്ചതിന് ശേഷം 12 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. 12 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. ഇനി എന്ത് ചെയ്യുക? നേരത്തെ ഫിഗറിൽ ചെയ്തതുപോലെ തന്നെ എൻഡ് പോയിന്റുകൾ എന്ത് ചെയ്യുക? ചേർത്ത് വരയ്ക്കുക. ഇനി നമുക്കിത് ഈ ലൈനിനെ ഈ ചരിഞ്ഞ വരയെ നമ്മൾ എത്ര ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യണം? 4 ഈക്വൽ പാർട്സ്. അതിന് 0യിൽ നിന്ന് തുടങ്ങി ഓരോ 3യുടെ മൾട്ടിപ്പിൾ 3ൽ പോയിന്റ് കൊടുക്കുക, 6ൽ പോയിന്റ് കൊടുക്കുക, ദെൻ 9ൽ പോയിന്റ് കൊടുക്കുക. 12ൽ നമ്മൾ യോജിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഈ ലൈനിൽ നിന്ന് സ്കെയിൽ വെച്ചതിന് ശേഷം പാരലായിട്ട് കൊണ്ടുവന്ന്
നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ മുട്ടിച്ച് പാരലൽ ലൈൻ വരയ്ക്കുക. ദെൻ വീണ്ടും അവിടെ നിന്ന് പാരലലായിട്ട് ലൈൻ സ്കെയിൽ കൊണ്ടുവന്ന് നമ്മൾ നേരത്തെ വരച്ച പോയിന്റിൽ മുട്ടിച്ച് പാരലൽ ലൈൻ വരയ്ക്കുക. വീണ്ടും ഇനി ഒരു പോയിന്റ് കൂടി ഉണ്ടല്ലോ, അവിടെയും എന്താ മുട്ടിച്ചു അല്ലേ. ഇനി നമുക്ക് എന്താ, അപ്പോൾ നമുക്ക് 4 ഈക്വൽ പാർട്സ് കിട്ടിക്കഴിഞ്ഞു. അത് ഓരോ പാർട്ടും എത്രയാണ്? 15/4 ആണ്. ഓരോ പാർട്സും 15/4 15/4 എല്ലാം എന്താണ്? ഈക്വൽ പാർട്സ് അല്ലേ, 15/4 ആണ്. ഇനി നമുക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും സ്ക്വയർ വരയ്ക്കാം. സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ? സ്ക്വയറിനകത്തെ ഓരോ ആംഗിളും എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി അല്ലേ. അപ്പോൾ നമുക്ക് പ്രൊട്രാക്ടർ എടുത്ത് ഓരോ സൈഡിൽ നിന്നും 90 ഡിഗ്രി നീട്ടി വരയ്ക്കാം. ഈ പ്രൊട്രാക്ടർ എടുത്തു, ഇവിടെ നമുക്ക് ഈ സൈഡിൽ വരയ്ക്കണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. അതുപോലെ ഈ പോയിന്റിലും കൊണ്ടുവന്ന് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ദെൻ ഈ 2 ലൈനുകളും നമ്മൾ എന്ത് ചെയ്യുന്നു? ചേർത്ത് വരയ്ക്കുന്നു. ഈ 2 ലൈനുകളും ചേർത്ത് വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ കിട്ടി, ലംബമായിട്ടുള്ള ലൈൻ കിട്ടി. ഈ സ്ക്വയറിന് 4 സൈഡ്സും ഈക്വൽ ആണല്ലോ. ഇതാണ് അതിൻ്റെ ഒരു സൈഡിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡാണ്. ഈ 4 സൈഡിൽ വേണമെങ്കിൽ വരയ്ക്കാം. കുറച്ച് ഭംഗിക്ക് നമുക്ക് ഇവിടെ വരയ്ക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ആ അളവ് തന്നെ ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. ആ അളവ് മാറാതെ ഇവിടെ വെച്ച് എന്ത് ചെയ്യുക? ആർക്ക് കട്ട് ചെയ്യുക. ദെൻ ഈ 2 പോയിന്റുകളും കൂടി എന്ത് ചെയ്യുക? കൂട്ടി വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 15 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള സ്ക്വയർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ റെഗുലർ ഹെക്സഗൺ ഓഫ് പെരിമീറ്റർ 20 സെൻറ്റിമീറ്റർ. 20 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള സമഷഡ്ഭുജം വരയ്ക്കുക. എന്താ റെഗുലർ ഹെക്സഗൺ അല്ലെങ്കിൽ സമഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ? അതായത് 6 വശങ്ങളും തുല്യമായിട്ടുള്ളൊരു രൂപമാണ്, പോളിഗണാണ് റെഗുലർ ഹെക്സഗൺ എന്ന്. 6 സൈഡ്സും ഈക്വൽ ആണ്, അതുപോലെ 6 ആംഗിൾസും ഈക്വൽ ആണല്ലോ. അതിനായിട്ട് ആദ്യം നമുക്ക് 20 സെൻറ്റിമീറ്റർ വരുന്നൊരു ലൈൻ വരയ്ക്കാം. ഇവിടെ നമ്മുടെ ചെറിയ സ്കെയിലിൽ 15 സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ. 15 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ദെൻ അവിടെ നിന്ന് ഒരു 5 സെൻറ്റിമീറ്ററും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? തെറ്റാതെ 5 സെൻറ്റിമീറ്ററും കൂടി മാർക്ക് ചെയ്യുക. ഓക്കെ, 5 സെൻറ്റിമീറ്ററും കൂടി മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ 20 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു കഴിഞ്ഞു. എന്താ വേണ്ടത്? ഈ 20 സെൻറ്റിമീറ്ററിനെ 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. ഒരു സൈഡെന്ന് പറയുന്നത് 20/6 ആണ്. 6 സൈഡാണല്ലോ ഹെക്സഗണിന്. അപ്പോൾ 20/6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ 6 തുല്യ ഭാഗങ്ങളായിട്ട് എങ്ങനെയാണ്? 6ൻ്റെ മൾട്ടിപ്പിൾസ് എടുക്കുക. 20നേക്കാളും താഴെ നിൽക്കുന്ന 6ൻ്റെ മൾട്ടിപ്പിൾ. 6ൻ്റെ മൾട്ടിപ്പിൾ ഏതാണ്? 18 ആണ് അല്ലേ. 18 തന്നെയാണ് 20നേക്കാൾ താഴെ നിൽക്കുന്ന 6ൻ്റെ മൾട്ടിപ്പിൾ. 3 6 are 18. അപ്പോൾ ഈ 18നെ 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോന്നും എത്ര സെൻറ്റിമീറ്റർ വീതം കിട്ടും? നമുക്ക് 3 സെൻറ്റിമീറ്റർ വീതം കിട്ടും അല്ലേ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ 18 സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ, ആ 18 സെൻറ്റിമീറ്റർ നമ്മൾ സ്കെയിലിൽ ചരിച്ച് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. 18 സെൻറ്റിമീറ്റർ സ്കെയിലിൽ 18 സെൻറ്റിമീറ്ററും നമുക്ക് 15 വരെ കിട്ടുകയുള്ളൂ. ഞാൻ അത് കഴിഞ്ഞിട്ട് 3 സെൻറ്റിമീറ്ററും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. അങ്ങനെ നമ്മൾ 18 സെൻറ്റിമീറ്റർ വരച്ചു. അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത്? നേരത്തെ ചെയ്തതുപോലെ ഈ എൻഡ് പോയിന്റുകൾ തമ്മിൽ നമ്മൾ ചരിച്ച് വരയ്ക്കുക, കൂട്ടിമുട്ടിച്ച് വരപ്പിക്കുക. പിന്നീട് ഈ 18 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ ലൈനെ നമ്മൾ എത്ര ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക? 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഓരോ 3 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട് പോയിന്റ് അടയാളപ്പെടുത്തി കൊടുക്കുക. ദെൻ ഈ ലൈനിന് പാരലായി സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പാരലൽ ലൈൻസ് വരയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര പാരലൽ ലൈൻസ് കിട്ടും? 6 പാരലൽ ലൈൻസ് കിട്ടും അല്ലേ. 6 പാരലൽ ലൈൻസ് കിട്ടും. കാരണം നമുക്ക് എന്താ വരയ്ക്കേണ്ടത്? ഹെക്സഗണാണ് വരയ്ക്കേണ്ടത്. ഹെക്സഗണിൻ്റെ ഓരോ സൈഡ്, എത്ര സൈഡാണ് ഹെക്സഗണിനുള്ളത്? 6 ഈക്വൽ സൈഡ്സ് ആണുള്ളത്. അപ്പോൾ ഈ എല്ലാ സൈഡും കണ്ടോ ഈക്വൽ ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. അതായത് ഓരോ സൈഡുകളും എത്രയാണ്? 20/6. 20/6 എല്ലാ സൈഡുകളും എത്രയാണ്? 20/6 ആണ്. ഏത് സൈഡിൽ വെച്ച് വേണമെങ്കിലും നമുക്ക് എന്ത് വരയ്ക്കാം? റെഗുലർ ഹെക്സഗൺ വരയ്ക്കാം. ഈ റെഗുലർ ഹെക്സഗൺ വരയ്ക്കുന്നതിന് മുമ്പ് ഒരു റെഗുലർ ഹെക്സഗണിനകത്തെ ആംഗിൾ എത്രയാണ്? ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ആംഗിൾ സം കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? n-2 × 180. ഇവിടെ n എത്ര സൈഡാണ് ഉള്ളത്? 6 അല്ലേ. അപ്പോൾ 6 - 2 × 180. 6 - 2 4 × 180 നമുക്ക് 720 എന്ന് കിട്ടും. അതായത് ഒരു ഹെക്സഗണിനകത്തെ ആംഗിൾസിൻ്റെ സം എത്രയാണ്? 720 ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ആംഗിളും കണ്ടുപിടിക്കണമെന്ന് എത്ര ചെയ്യുക? 720നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ആംഗിളും എത്രയെന്ന് കിട്ടും? 120 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു സൈഡ് എടുത്തതിന് ശേഷം അവിടെ പ്രൊട്രാക്ടർ കൊണ്ട് വെച്ചിട്ട് പ്രൊട്രാക്ടറിൻ്റെ സീറോയിൽ നിന്ന് മാർക്ക് തുടങ്ങി എത്രയാണ്? 120ൽ ഒരു മാർക്ക് കൊടുക്കുക. 120ൽ മാർക്ക് കൊടുത്ത് ആ ലൈൻ നീട്ടി വരയ്ക്കുക. നീട്ടി വരച്ചല്ലോ. ഇനി നമുക്ക് ആ സൈഡല്ലേ വേണ്ടത്? സൈഡ് എത്രയാണ്? സൈഡുകളെല്ലാം ഈക്വൽ പാർട്സ്, 6 സൈഡും ഈക്വൽ അല്ലേ. അപ്പോൾ ഒരു സൈഡിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു അളവായിരിക്കും. അതെടുത്ത് നമ്മളൊരു ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടിയില്ലേ?
അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മളിവിടെ ആർക്ക് വരച്ചില്ലേ, ആ പോയിന്റിലേക്ക് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ കൊണ്ടുവച്ചതിന് ശേഷം വീണ്ടും എത്ര ഡിഗ്രി മാർക്ക് ചെയ്യണം? 120 ഡിഗ്രി മാർക്ക് ചെയ്യുക. 120 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ആർക്ക് വരച്ച പോയിന്റിൽ നിന്ന് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയ പോയിന്റിലേക്ക് ലൈൻ നീട്ടി വരയ്ക്കുക. ദെൻ നമ്മളിവിടെ ഈ ഒരു മെഷർമെൻറ്റ് മാറിയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മാറിയിട്ടില്ല. അതേ പോയിന്റിൽ, ഈ പോയിന്റിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുക? അടുത്തൊരു ആർക്ക് കട്ട് ചെയ്യുക. ഇനി ഇപ്പോൾ ആർക്ക് കിട്ടിയതില്ലേ, ആ പോയിന്റിൽ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്ററിൽ വെച്ച് അടുത്ത സൈഡ് വരയ്ക്കുക. സീറോയിൽ നിന്ന് തുടങ്ങി നമ്മൾ 120 ഇതായി ഇവിടെ ആയിട്ട് വരും. 120ൽ പോയിന്റ് ചെയ്തു. ദെൻ നമുക്ക് ആ ലൈനിലേക്ക് നീട്ടി വരയ്ക്കാം. അതിൻ്റെ അതേ അളവ് തന്നെ മാറാതെ ആർക്ക് കട്ട് ചെയ്യുക. ദെൻ അവിടെ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ കൊണ്ടുവച്ചതിന് ശേഷം അടുത്ത 120 നമ്മൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. 120 ഇവിടെ ആയിട്ട് വരും. ആ പോയിന്റും ഈ ആർക്ക് കട്ട് ചെയ്ത പോയിന്റും കൂടി കൂട്ടി വരയ്ക്കുക. നമ്മൾ നേരത്തെ മാറ്റാതെ വെച്ചില്ലേ, ആ ഒരു മെഷർമെൻറ്റ് വെച്ച് ആർക്ക് കട്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ 2 പോയിന്റും കൂടി യോജിപ്പിക്കാം. ഞാനിപ്പോൾ പെന്നിട്ടാണ് വരച്ച് വയ്ക്കുന്നത്. നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് വരച്ചിട്ട് ഈ ബാക്കി എക്സ്ട്രാ ഉള്ള പോർഷൻസൊക്കെ എന്ത് ചെയ്യുക? കട്ട് ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് ഞാനൊന്ന് ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് കിട്ടിയത് ഈ പോർഷൻ ഇല്ലേ, ഇതെന്താണ്? ഒരു റെഗുലർ ഹെക്സഗൺ ആണല്ലേ, റെഗുലർ ഹെക്സഗൺ.